ക്യൂട്ട് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാണിനാടുള്ളൊരു വീടാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടുള്ളൊരു വീട്. അപ്പോൾ ആ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണിനാട് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ കോലഞ്ചേരി റൂട്ടാണ്. ആ റൂട്ട് എന്ന് പറയുന്നത് അമ്പലപ്പടി വഴിയുള്ള ബസ് റൂട്ടാണ് വരുന്നത്, BPSC വഴിയുള്ള. അപ്പോൾ ഈ കാണിനാട് നിന്ന് BPSC കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസും കോലഞ്ചേരിയിലേക്ക് 8 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്കും 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 2 വശത്തേക്കും സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ് വരുന്നത്. പിന്നെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിണറുണ്ട്. മുറ്റം അത്യാവശ്യം വിശാലമാണ് കേട്ടോ. ഇത് ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ആ മുറ്റത്തിൻ്റെ ഡിസൈനിൻ്റെ മാച്ചാണോ അതിൽ നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തേക്കുന്നത്. കുറച്ചധികം പേർക്ക് കസേരയിട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം കിട്ടുന്നുണ്ട്. ആ ഭാഗം ഫുള്ളായിട്ട് ചെങ്കലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക്. ഡോറെല്ലാം വരുന്നത് തേക്കിലാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു വിശാലമായ ഒരു ലിവിംഗ് റൂമാണ് നമുക്ക് കാണാൻ കഴിയാം. ഒരു 4 മീറ്റർ നീളവും ഒരു 3 മീറ്റർ വീതിയോടുകൂടി ഉള്ള ലിവിംഗ് റൂമാണിത്. ഫാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു വാം കളർ തീമാണെന്ന് പറയാം കേട്ടോ ഈ വീട്. ഈ ലിവിംഗ് റൂമിൻ്റെ ഏകദേശം അതേ വലിപ്പത്തിൽ തന്നെയാണ് ഡൈനിങ് ഹാളും ചെയ്തേക്കുന്നത്. അവിടെയും ഫാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ വാം കളർ തീം തന്നെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് വന്നാൽ ഒരു ബ്രൈറ്റ് കളറാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കിച്ചൺ കബോർഡ് ചെയ്തേക്കുന്ന മുകളിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. കിച്ചണിൽ 2 വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വായുസഞ്ചാരം നമുക്ക് കിട്ടാൻ സൗകര്യമുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു നീളത്തിലുള്ള വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കിച്ചൺ സിങ്കും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വീതി ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഫ്രണ്ടിലറ്റം വരെ ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഗ്രാസോടുകൂടി ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 3.6 ഇൻറ്റു 3.7 മീറ്ററാണ്. ബാത്റൂം വന്നിട്ട് ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു 1.5 മീറ്റർ വീതിയും 2.2 മീറ്റർ നീളവും ഉണ്ട് ബാത്റൂമിന്. വാഷ് ബേസിൻ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തതാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള 2ാമത്തെ റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഫാൾ സീലിംഗ് കൊടുത്തായിട്ട് കാണാം. ഒരു 3 വാളിയുടെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിൽ 1.7 ഇൻറ്റു 1.3 മീറ്ററാണ് സൈസ് വരുന്നത്. നമ്മൾ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ GI പൈപ്പ് വെച്ചിട്ടുള്ള സ്റ്റെയർ കേസാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വന്നിട്ട് വുഡാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയർ കേസ് കയറി ചെല്ലണേ ഒരു വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ് കേട്ടോ. 3 പാളിയുടെ 3 ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ട്
LED ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ആ ബെഡ്റൂം കൊടുത്തേക്കണ മാതിരി 3 പാളി ജനലും 2 പാളിയുള്ള 2 ജനലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബാത്റൂം വരുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ബെഡ്റൂമിൽ 3x3 മീറ്ററിലാണ് സൈസ് വരുന്നത്. അവിടെയും ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ഡോറുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡായ ബാത്റൂമും കാണാവുന്നതാണ്. ബാത്റൂമും സെയിം സൈസിൽ തന്നെ വരുന്നത് കേട്ടോ. ലിവിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കടക്കാം. ഈ ഭാഗം ക്ലോസ്ഡ് ആണ്. അതുകൂടാതെ ഇത്ര നീളത്തിൽ ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ വുഡൻ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ബാൽക്കണി നല്ല നീളത്തിലാണ് വരുന്നത്. അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസും കിട്ടുന്നുണ്ട്. ഇത് നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട് 4 ബെഡ്റൂമും 2250 സ്ക്വയർ ഫീറ്റും ആണ് ഉള്ളത്. ബിൽഡർ ചോദിക്കുന്ന വില വരുന്നത് 75 ലക്ഷം രൂപയാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.